എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് താല്പര്യം കുറയുന്നുണ്ടോ നിങ്ങളോട് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 സംഖ്യകളാണ്, 2 പൈലുകളാണ്. അതിൽ 786 എന്ന് പറയുന്ന ആദ്യ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ശരാശരിയായ ഒരു ആകർഷണത്തിലാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുകയും ആ വ്യക്തി നിങ്ങളോട് തിരിച്ച് സംസാരിക്കുകയും നിങ്ങളെ ആ വ്യക്തി നോക്കുകയും നിങ്ങൾ നോക്കുകയും ചെയ്ത ദിവസം ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അത് ആഗ്രഹമായി മാറുകയും ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സ്വല്പം സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്യുകയും ചെയ്യുന്നു. ആ വ്യക്തിയുമായി നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളാരെന്ന് ആ വ്യക്തി കുറച്ചെങ്കിലൊക്കെ അറിയുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാറുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങൾ, സ്നേഹങ്ങൾ ഒക്കെ പതുക്കെ ആ വ്യക്തി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ കാലം വലിയ സങ്കീർണതകളാണ് നമുക്ക് ഓരോ ദിവസവും നൽകുന്നത്. ഓരോ വെല്ലുവിളികളും ഓരോ പ്രതിസന്ധികളുമായി ജീവിതം കടന്നു പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് ഇഷ്ടം കുറയുന്നുണ്ടോ? എന്നെ കണ്ട കാലഘട്ടത്തിൽ ആ വ്യക്തി സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ആ വ്യക്തിക്ക് ഇഷ്ടം കുറയുന്നുണ്ടോ? ഏതായാലും ഒന്ന് പറയാം, നിങ്ങളെ കണ്ട കാലഘട്ടത്തിലേക്കാൾ കൂടുതൽ ഇഷ്ടത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത്. പിന്നെ ജീവിതത്തിൽ ഒരാൾ മറ്റൊരാളെ കാണുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും അത് നടന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകും. പക്ഷെ എല്ലാം സാധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായുണ്ടാകുന്ന ഒരു ഇറക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു കുറവുണ്ട്. അത് നിങ്ങളുടെ ബന്ധത്തിലുമുണ്ട്. പക്ഷേ ആത്മാർത്ഥത ഒട്ടും കുറഞ്ഞിട്ടില്ല, താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇഷ്ടം കുറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായ ഒരു ജിജ്ഞാസ നിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പ്രണയബന്ധത്തെ ബാധിക്കില്ല, പക്ഷേ ഉള്ളിലെ സ്നേഹം ദൃഢമായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ പിരിയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ആഴം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ സ്നേഹം നിരന്തരമായി കിട്ടുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ വില അറിയുന്നില്ല. നേരെ തിരിച്ച് നിങ്ങൾക്കും എന്നല്ലാതെ ബന്ധത്തിലൊരു കുറവുമില്ല. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ 453 എന്ന് പറയുന്ന അക്കം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. വലിയ സ്വപ്നങ്ങളും വലിയ താല്പര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചത്. ഒരുപക്ഷെ വിവാഹം ഉറപ്പിച്ച് നിങ്ങളുടെ പങ്കാളിയായിട്ട് വന്നതാകാം, പ്രണയിച്ചതാകാം, ഇഷ്ടപ്പെടുന്നതാകാം, ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങളും ആ വ്യക്തിയൊക്കെ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ തന്നെ കിട്ടിയേ തീരൂ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒത്തു വന്നു, എല്ലാം നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം തോന്നി. അത് വേണോ വേണ്ടയോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു യോഗ്യത എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും അത്യാഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ, സ്ത്രീ ആയാലും പുരുഷനായാലും. അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ സ്വഭാവമാണ് ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിച്ചത്. ഒരുപക്ഷെ ആ വ്യക്തി അത്ര അട്രാക്ഷൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകാത്ത, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആ വ്യക്തിയെ അത്ര നല്ലതെന്ന് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല.
അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ കിട്ടുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ആ വ്യക്തിയുമായി സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ, ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വലിയ ബോധ്യമായി താനൊരു ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ ലഭിക്കില്ലായിരുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി കണ്ടുമുട്ടുന്ന സമയത്ത്, ഈ വ്യക്തിയുമായി അടുക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത്? ഈ വ്യക്തി എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്നെ പരിപാലിക്കുമോ? എന്നെ നോക്കുമോ? പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ബോധ്യമായി, ഞാൻ ഭാഗ്യം ചെയ്ത ചില ആളുകളുടെ ലിസ്റ്റിൽ തന്നെ പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ വ്യക്തിയെ കിട്ടിയതിലൂടെ എൻ്റെ മനസ്സിലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ പൂവണിയുന്നു ഒക്കെ തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ആ ജീവിതം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ചില ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചോ, അതിൻ്റെ മാധുര്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പരസ്പരം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ അധികം പറയാതിരിക്കുക. കാരണം നിങ്ങളിൽ ഒരു തേർഡ് പാർട്ടി കിടന്ന് കളിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളാകാം, അടുത്തുള്ള ആളാകൊക്കെ ആകാം. പക്ഷേ അവർക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും തകർന്നാൽ മതി എന്നുള്ളൊരാഗ്രഹമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്നതൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെ ഇല്ലാതെയാകും. ആ തേർഡ് പാർട്ടിക്ക് മറ്റൊരു തിരിച്ചടി ലഭിക്കാനുള്ള സമയമായി. അത് നിങ്ങളുടെ ഭാഗ്യവുമാണ്. അത് നിങ്ങൾ തിരിച്ചറിയും. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.